വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ മലയാളം ഡേ 17. ഭയങ്കര ഒരു എന്താ പറയാ കുറെ ഒരു ദിവസത്തിന് ശേഷം നല്ലൊരു കിഡിലും എനർജറ്റിക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന് ബിഗ് ബോസിൽ. ഡേ 17 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞൊരു 4-5-6 ദിവസമായിട്ട് ഒരു പവർ ഒരു ഗുമ്മ് ഉണ്ടായിരുന്നില്ല. ബട്ട് ടുഡേ ബിഗ് ബോസിന്റെ ഒരു കിഡിലും പണി, ലൈക്ക് ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ഇന്നലത്തെ ഡേ വാസ് സോ എന്റർടൈനിങ് ആൻഡ് എൻഗേജിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു ദിവസം. ആദ്യം തന്നെ നേരെ പോയത് എന്താണ്, സോങ് ആസ് യൂഷ്വൽ, ഡാൻസ് കഴിഞ്ഞു, എല്ലാവരും എനർജറ്റിക് ആയി. പിന്നെ നേരെ ക്യാമറ ഫോക്കസ് അത് അക്ബറാണ്. അക്ബർ ടോയ്ലറ്റിലോട്ടൊക്കെ ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നു. അക്ബർ വാസ് സെയിങ് ഷാനവാസിന്റെ ഡ്യൂട്ടി ഷാനവാസ് ചെയ്യുന്നില്ല. ഞായറാഴ്ച മുതൽ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് ഇതുവരെ ഷാനവാസ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല. സോ ഷാനവാസിന് ഡ്യൂട്ടി ക്ലീൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരുന്നു. നോർമലി ഷാനവാസ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഫോക്കസ് പോയത് കിച്ചണിലോട്ടാണ്. അല്ല, അതിന്റെ മുന്നേ അക്ബറിന്റെ ഒരു സോങ് ഉണ്ട് ഷാരിക KPനെ കുറിച്ചിട്ട്. ഷാരിക KPയുടെ എന്താണ് ഹോട്ട് സീറ്റ് ചോദ്യങ്ങൾ, ഷാരിക KP എന്താണ് ചെയ്യുന്നത്, ഒരു ട്രോൾ വേയിൽ ഒരു മൂപ്പുള്ള ഒരു സോങ് എടുത്തു. എല്ലാവരും എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോങ് ആയിരുന്നു. ബട്ട് ഒരു ട്രോൾ എന്ന രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റി. സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നേരെ ക്യാമറ ഫോക്കസ് പോയത് കിച്ചണിലോട്ടാണ്. കിച്ചൺ ഷോയിൽ അനുമോളുടെ ഓവർ ഷോ. എന്താണ്, കിച്ചന്റെ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഫുഡൊക്കെ ഉണ്ട്, കുക്കറൊക്കെ വെച്ചിരിക്കുന്നത്, അതിന്റെ മേലെ കയറിയിട്ടൊക്കെയാണ് ഇട്ട് ഇളക്കുന്നത്. പക്ക ഓവർ ഷോ. അതിന് വേറെ ഒന്നും പറയാനില്ല. വെറും സ്ക്രീൻ സ്പേസ്, എല്ലാവരും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇമാതിരി ഓവർ ഷോ ചെയ്തിട്ട് സ്ക്രീൻ സ്പേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് കഴിഞ്ഞ് നേരെ ഹൈജീനിലോട്ട് പോയി. ലൈക്ക് വൃത്തിയുടെ ഒരു രീതിയിലോട്ടുള്ള സംസാരം, കോൺവെർസേഷൻ വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു പിടി ആൾക്കാർ വന്നു, എന്താണ്, 2 ദിവസം മുന്നേ ചപ്പാത്തി അടിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്, അപ്പൊ അതിന് ഹൈജീനില്. അങ്ങനെ കോൺവെർസേഷൻ ഇങ്ങനെ പുഴുകി. ഓൾമോസ്റ്റ് എവരി ഹൗസ് മേറ്റ്സ്, കോണ്ടസ്റ്റൻസ് അങ്ങോട്ട് കിച്ചണിലോട്ട് വന്നു. എനിക്ക് എപ്പോഴും ഓർക്കുന്നില്ല, ഫസ്റ്റ് വീക്കിൽ കിച്ചണിൽ കോണ്ടൻസ് ഇല്ല. ബട്ട് കഴിഞ്ഞൊരു 2 വീക്സിൽ ഏറ്റവും കൂടുതൽ കോണ്ടൻസ് വരുന്നത് കിച്ചണിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നേരെ ക്ലീൻനെസിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ നേരെ അനുമോൾ ഒരു സാധനം എടുത്തിട്ടു. എന്താണ്, ബാത്റൂമിലുള്ള ആരും എന്താണ് ക്ലോസറ്റ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നില്ല എന്നൊരു സാധനം. അങ്ങനെ ഇട്ടപ്പോൾ അക്ബറിന് റേസ് ആയി. ഒരുപാട് ആമ്പിള്ളാർക്കൊന്നും എന്താണ് വൃത്തിയില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് അനുമോൾ പറഞ്ഞു. ബട്ട് ദാറ്റ് വാസ് ക്വൈറ്റ് ബാഡ്. അവിടെ നിന്നിട്ട് കലാഭവൻ ഷാരിക പറയുന്നതായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ നോ നീഡ് ടു ടോക്ക് അബൌട്ട് ജനറിക് ക്ലീൻലിനെസ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ പോയത് എന്താണ് ഇതിലോട്ടാണ് പോയത്. എവിടെയാണ് ടാസ്ക്, പണിപ്പുറയിലോട്ട് എൻട്രിയിലോട്ടുള്ള ടാസ്ക്. വളരെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ത്യാഗി ടാസ്ക് എന്നായിരുന്നു. അതിൽ ഒരാളെ സെലക്ട് ചെയ്യാം. എല്ലാവരും കൂടിയിട്ട് എന്താണ് പേര് എഴുതി സെലക്ട് ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യണം. അതിൽ 2-3 ആൾക്കാർ ഇല്ലാന്ന് പറഞ്ഞു. അതിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്ബർ, അഭിലാഷ് അവരൊന്നും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നിരക്കെടുത്തിട്ട് പേരെടുത്തു. അതിൽ പേര് വന്നത് നൂറ ആദിലയായിരുന്നു. ത്യാഗി ടാസ്കിലോട്ട് ആക്റ്റീവ് എന്താണ് അത് കളിക്കാൻ പോയത് നൂറ ആദില. അവിടെ പോയിട്ട് ബിഗ് ബോസിന്റെ ഒരു 3-4 കാർഡുകൾ ഉണ്ടാവും, അത് വായിക്കണം. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ് അത് ചെയ്യണം. എന്നിട്ട് അതിൽ എത്രയാണ് 750 പോയിന്റ്സ് കിട്ടും. 750 പോയിന്റ്സ് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ടാസ്ക്. സോ കാർഡൊക്കെ വായിച്ചു. ടുവേർഡ്സ് ദ എൻഡ് ഫാമിലി എന്താണ് അവരെ വെൽക്കമിങ്. ബിഗ് ബോസിലൊക്കെ ഫാമിലിക്ക് എൻട്രി ഉണ്ട്. സോ ബേസിക്കലി അവരോട് 3 ആൾക്കാരെ ഫാമിലിനെ കാണാൻ താല്പര്യമുള്ളത് ആരാന്ന് ചോദിച്ചു, ഏത് ഫാമിലിയാണ്. അപ്പൊ അവർ സെലക്ട് ചെയ്തത് 1 റന ഫാത്തിമ, 2 അപ്പാനി ശരത്ത്, 3 രേണു സുധിയാന്ന് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. സോ അത് സെലക്ട് ചെയ്ത് ടുവേർഡ്സ് ദ ലാസ്റ്റിലോട്ട് എന്താണ് ബിഗ് ബോസിന്റെ ഏരിയന്റെ പണി. അതിലൊരു കാർഡിൽ വായിക്കുമ്പോൾ ഫാമിലി, ഈ 3 പേരെ ഫാമിലിയെ കാണണോ അതോ 750 പോയിന്റ്സ് വേണോ. എന്നിട്ട് എന്താ പറയാ, ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത കോണ്ടസ്റ്റൻസ് ആണ് ഇത്തവണ മിക്കതും വന്നിട്ടുണ്ട്. 19 പേരിലും മോസ്റ്റ്ലി എവരി വന്നാലും മിക്കതും ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി ഇല്ല. അതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായത്. അവരെന്നിട്ട് ആ 750 പോയിന്റ്സ്
കല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് നേരെ ഫാമിലിനെ സെലക്ട് ചെയ്തു. ഓവർ ഷോ കാണിച്ചിട്ട് ലൈക്ക് നമ്മളുടെ ഓഡിയൻസിലോട്ട് ആ ഒരു ഫാമിലി കാർഡ് അത്യാവശ്യം വർക്ക് ചെയ്യും. അതിൽ നിന്ന് ഒരുപാട് വോട്ട് കിട്ടും. കാരണം സെന്റിമെന്റൽ രീതിയിൽ നിന്ന് വോട്ട് കിട്ടുമല്ലോ. നമ്മൾ മലയാളീസ് അങ്ങനെയാണ്. ഇമാതിരി ഫാമിലിയും സീരിയൽ കാര്യങ്ങളൊക്കെ നമ്മ ഫാമിലിയിലോട്ട് വരുമ്പോൾ ഓവർ അറ്റാച്ച്മെന്റ് കൂടും. സോ നൂറ് അതിൽ ആസ് എല്ലാവരും ചെയ്യുന്ന പോലെ അവർ ഫാമിലി ഓവർ 750 പോയിന്റ്സ് എടുത്തു. ബട്ട് വന്നിട്ട് ആകെ 2 വീക്സ് ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഫാമിലിനെ 750 മേലിൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഷോ ഒക്കെ വരുന്നത് ടുവേഴ്സ് എൻഡിലോട്ടാണ്. അന്ന് ഈ പറഞ്ഞ 3 പേരൊക്കെ ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ ഗെയിമിംഗ് മെന്റാലിറ്റിയാണ് ഇപ്പോഴത്തെ കോണ്ടസ്റ്റൻസ് മിക്കതിനുള്ളത്. അപ്പൊ ആ 750 പോയിന്റ്സ് കഴിഞ്ഞു, അത് കിട്ടില്ല, അത് എന്താ പറയാ തോറ്റു, ആ ടാസ്കിൽ തോറ്റു. പിന്നെ നേരെ പോയത് അടുത്തൊരു ടാസ്ക്, പണിപ്പൂർ എൻഡിലോട്ട് അടുത്ത ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് ത്യാഗം ചെയ്യാൻ 3 പേരെ സെലക്ട് ചെയ്യണം. അതായത് ബിഗ് ബോസ് പറയണ എന്തും ചെയ്യാനുള്ള ഗട്ട്സ് ഇല്ല, ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഗട്ട്സ് ഇല്ല ആൾക്കാരെ വേണമെന്ന്. എന്നിട്ട് വോട്ടിംഗ് നടത്തിയപ്പോൾ അപ്പോഴും ഈ കോണ്ടസ്റ്റൻസ് ഗെയിമിംഗ് മെന്റാലിറ്റിയിൽ എടുക്കാണ്ട് അവർ വിചാരം എല്ലാ ഗെയിമും ലൈക്ക് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കുന്ന. ദേ സെലക്ടഡ് ജിസേൽ ആര്യൻ. യെസ്, ജിസേൽ ആര്യൻ കിഡിലാണ് ഫിസിക്കൽ ടാസ്കിലോട്ട്. ബട്ട് വി നെവർ നോ അത് ഫിസിക്കൽ ടാസ്ക് ആണോ അതോ നോർമൽ ടാസ്ക് ആണോ. മെജോറിറ്റി വോട്ട്സ് പോയത് ജിസേൽ ആര്യനായിരുന്നു. സോ ജിസേൽ ആര്യൻ, തേർഡ് അനീഷ്. അവർ 3 പേര് ഉള്ളിൽ പോയി. മൂന്ന് പേർക്ക് 3 കാർഡ് ഉണ്ട്. സോ ബിഗ് ബോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളുണ്ട് ഇതില്. അപ്പൊ അതില് അനീഷിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് ബിഗ് ബോസ് മിണ്ടാണ്ടിരിക്കുക. ആര്യന് കിട്ടിയ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജ്യൂസ് കുടിക്കാനുള്ളതാണ്. 3ാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുണ്ടനം ചെയ്യുക, മൊട്ടടിക്കുക എന്നാണ് എൻ്റെ ഒരു ഐ അണ്ടർസ്റ്റുഡ്. മുണ്ടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടടിക്കൽ എന്നാണ് എൻ്റെ ഒരു ഇത്. ശരി, തെറ്റാണെങ്കിൽ കൊമന്റ് ബിലോ ഇൻ മൈ കൊമന്റ് ബോക്സ്. അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞ് ഈ ടാസ്ക് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. ഇതിലും ബുദ്ധിപരമായിട്ട് കളിച്ചിട്ടില്ല. ഗെയിമിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പോഴത്തെ കോണ്ടസ്റ്റൻസിന്. ഞാൻ എവ്രി വൺ എന്ന് പറയില്ല, ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദം ഗെയിമിംഗ് മെന്റാലിറ്റി ഈസ് സീറോ. എന്നിട്ട് അവിടുന്ന് ആടി വെടിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വൻ കോമഡി ആയിട്ടാണ് തുടങ്ങിയത്. ആര്യം പറയുന്നുണ്ടായിരുന്നു, ഞാൻ മൊട്ടടിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ തന്നെ രൺബീർ കപൂർ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മൊട്ടടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുള്ള് ലുക്ക് പോകുന്നു. അത് നേരെ പിന്നെ ക്യാമറ ഫോക്കസ് ലിവിങ് റൂമിലോട്ട് പോയി. അവിടുന്ന് അപ്പാനി ശരത്ത് ഈ മണ്ടൻ ഞങ്ങൾ പറഞ്ഞ എന്താണ് ഞങ്ങൾ ചുമ്മാ പറഞ്ഞത് അത് സീരിയസ് ആക്കി എടുത്തു. അത് ചീർച്ച് ചത്തു. ആ സീന് ലൈക്ക് ഞാൻ പറയണേക്കാട്ടും നല്ലത് അത് ലൈവായിട്ട് നിങ്ങൾ എപ്പിസോഡിൽ കാണുമ്പോൾ ദാറ്റ് വാസ് ക്വൈറ്റ് ഫൺ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് ആര്യൻ്റെ പട്ടി ഷോ, വെറും പട്ടി ഷോ. ആര്യൻ്റെ വെറും പട്ടി ഷോ. അനീഷിന് കൊടുത്ത ടാസ്ക് എൻ്റെ ഒരു ഞാൻ ആ ഗെയിം റീഡ് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു കാർഡ് വായിക്കും മുതൽ അങ്ങോട്ട് ഫുൾ ടൈം സൈലന്റ് ആയിരിക്കണം ആ ഒരാള്. അത് അനീഷ് ഡിഡ് വെൽ ആക്ച്വലി. ബിഗ് ബോസ് അതിൽ ട്രിക്ക് ചെയ്ത് കളിക്കാൻ നോക്കിയെങ്കിലും അനീഷ് ഡിഡ് ഹിസ് പാർട്ട്. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യില്ല, അനീഷ് ഡിഡ് ഹിസ് പാർട്ട്. ആര്യന്റെ പട്ടി ഷോ ആയിരുന്നു ഈ കളിയിൽ. ആര്യ ഷോ വാസ് പട്ടി ഷോ, വേറെ ഒന്നും ഇതിൽ പറയാനില്ല. എന്നിട്ട് ആര്യന് എന്തൊക്കെയാണ് ഹ്യൂമാനിറ്റി കഥകളൊക്കെ അനീഷിനോട് പറയണ്ടായിരുന്നു. എന്നിട്ട് ഒരു പെൺകുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, നിനക്ക് ചെയ്തുകൂടെ പോട്ടാ. ഈ ഒരു എന്താ പറയുക സീറോ ഗെയിമർ തോട്ടിലെ ഈ ഒരു ആര്യന് ചെയ്തുകൂടെ ഈ മൊട്ടടിക്കല്. അപ്പൊ എന്നിട്ട് വേറെ ആളെ കൊണ്ട് മൊട്ടടിക്കാൻ നോക്കുക. അവനിക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റിൽ ഹീസ് ട്രൈങ് ടു ആസ്ക് അതർ പീപ്പിൾ. എന്നിട്ട് അയാൾ പൊട്ടൻ മണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ പൊട്ടൻ ഈ ഒരു ഗെയിമിൽ എനിക്ക് മനസ്സിലായത് ആര്യനാണ്. അവിടുന്ന് പിന്നെ ആര്യൻ അക്ബർ, അപ്പാനി ശരത്തൊക്കെ ആയിട്ടുള്ള ചെറിയ ഹീറ്റഡ് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ഭയങ്കര വൃത്തികെട്ട ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആര്യൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. യെസ്, ആര്യൻ ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ ചെയ്യുന്ന കിടിലൻ പ്ലെയർ ആണ്. ബട്ട് ഗെയിമിംഗ് മെന്റാലിറ്റി സീറോ ആണ്. ഇന്ന് ആര്യൻ്റെ പട്ടി ഷോ ആയിരുന്നു, ലൈക്ക് ഫോർ നത്തിങ്, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കാണണം, കിഡിലായിരുന്നു അത് എപ്പിസോഡ്. കഴിഞ്ഞൊരു എൻ്റെ ഒരു ഇതിൽ ബിഗ് ബോസ് തുടങ്ങി 17 ദിവസത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എപ്പിസോഡ് ഡേ 17 ആണ്. ഈ ഒരു ബിഗ് ബോസിന്റെ ഗെയിമിംഗ് പണിപ്പുറയിലോട്ടുള്ള ടാസ്ക് കൊടുത്തതിന് ശേഷം ഇറ്റ് വാസ് ടു ഗുഡ്.
അതിന്റെ ശേഷം അക്ബറിനാണെങ്കിൽ അക്ബറിന് ഗെയിമിംഗ് മെന്റാലിറ്റി സീറോ ആണ്, ഒന്നും പറയാല്ല. അത് കഴിഞ്ഞ് എന്താണ് ഈ ആക്ടിവിറ്റി റൂമിൽ നിന്നൊക്കെ ഇറങ്ങി അക്ബർ ഗോട്ട് ഹീറ്റഡ് ആയിട്ട് പില്ലൊക്കെ വലിച്ചെറിയുന്നു. അതൊക്കെ എന്തിനാണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനൊക്കെ പക്ക വാണിംഗ് കൊടുക്കണം ബിഗ് ബോസ്. അക്ബർ ചില സമയം ഒന്നും ചിന്തിക്കാണ്ട് ചുമ്മാ റിയാക്ട് ചെയ്യും. എന്തായാലും പിന്നെ നടന്നത് ആര്യൻ അനു കോൺവെർസേഷൻ കിച്ചണിൽ ചുമ്മാ സ്ക്രീൻ സ്പേസ്, നത്തിങ് ദർ, വെറും ഷോ വെറും ഷോ വെറും ഷോ. ഇതിലെനിക്ക് മനസ്സിലായത് ബിന്നിക്ക് ഗെയിമാണ് മനസ്സിലായിട്ടുണ്ട്. അതായത് അനീഷ് ചെയ്തത് കറക്റ്റാണെന്ന് ബിന്നിക്ക് മനസ്സിലായി. ലൈക്ക് ഐ ഓൾവേസ് സേ ദാറ്റ് ബിന്നി ഒരു കിടിലൻ ഗെയിമറാണ്. ഷീ നോസ് ദ ഗെയിം. യാ ദാറ്റ്സ് ഇറ്റ്. വരും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല കിടിലം കോണ്ടന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നതൊരു സ്റ്റാർട്ടിംഗ് ആണ്.